നീ എന്ത് വായിക്കുന്നു? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. നിന്റെ അയൽക്കാരന് നിന്നെ പോലെയും. നീ ശരിയായിട്ട് ലഭിക്കണം. ഇതനുസരിച്ച് പ്രവർത്തിക്കണം. നീ ജീവിക്കും. എന്നാൽ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് നിയമിക്കാൻ യേശുവിനോട് ചോദിച്ചു, ഗുരു, ആരാണ് എന്റെ അയൽക്കാരൻ? ഈ ചോദ്യത്തിന് മറുപടിയായി യേശു അവനോട് ഒരു ഉപമ പറഞ്ഞു. ഒരു യുവതൻ ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ മർദ്ദിച്ച് അവസനാക്കി വഴി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എനിക്ക് വഴുത്തി പോകാൻ തോന്നുന്നു. വഴിയിൽ ആരെയും കാണാൻ തോന്നി. അടുത്തോളം സത്രമോളം കാണുന്നില്ല. ഇനി ജീവിക്കാൻ ഞാൻ എപ്പോൾ എത്തിച്ചേരും? ഇവൻ ചത്തു. ആരും കാണുമ്പോൾ രക്ഷപ്പെടാം. വെയിലർപ്പിക്കാൻ സമയമായി. ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ. അതൊന്നും കാണണ്ട. വയക്കാം. അപ്പോൾ ആ വഴിയിൽ ഒരു സമയക്കാരൻ വന്നു. വിഷമിക്കേണ്ടല്ലോ. ഞാനത് അടുത്തുള്ള സത്രത്തിൽ എത്തിച്ച് വേണ്ടതെല്ലാം ചെയ്തേക്കാം.
വ്യവസ്ഥകളില്ലാതെ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആ ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരാൻ നമുക്കും ശ്രമിക്കാം. ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ശമരിയാക്കാരൻ ആഗ്നസ് മേരി ജോൺസൺ. യാത്രക്കാരനായി അഭിനയിച്ചത് അൻവനിയ പിനോയ്. പുരോഹിതനായിട്ട് വന്നത് പുരോഹിതനും കള്ളനുമായിട്ട് ആളിന്റെ കുറവ് കൊണ്ട് ഷോൺ സുനിൽ. അതുപോലെ ക്രിസ്തുവായും കള്ളനായും അഭിനയിച്ചത് വിനോ. ദിവ്യ സ്ത്രീയായിട്ട് ഷിനി ബിനോയ്. ഈ പരിമിതിക്കുള്ളിലും ഇത്രയും നല്ലവണ്ണം ഇത് അവതരിപ്പിച്ച ഇവർക്ക് ഒരു പ്രോത്സാഹന കയ്യടി കൊടുക്കാൻ എല്ലാവർക്കും താങ്ക് യു.